ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ദീർഘകാല സൈനിക സംഘർഷങ്ങളിലെ മറ്റൊരു അധ്യായം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. 2019 നടന്ന ബാലക്കോട് വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യ കരുത്താർജിച്ച തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ വഴി കൊടുത്തത്. 1947 ഇന്ത്യ വിഭജനത്തിന് പിന്നാലെയാണ് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 1965-ലും 1971-ലും 1999-ലും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ മുഖാമുഖം വന്നു. 1947 ആദ്യം ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ചത്. ജമ്മു കാശ്മീരിനെ ആക്രമിച്ച് കീഴടക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതാണ് യുദ്ധത്തിന് തുടക്കമായത്. 1947 ഒക്ടോബർ 22 ആരംഭിച്ച യുദ്ധം 1949 ജനുവരി 5 വരെ നീണ്ടുനിന്നു. ശ്രീനഗർ പിടിച്ച് അടക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതോടെ ജമ്മു കാശ്മീർ മഹാരാജാവായ ഹരിസിംഗ് ഇന്ത്യ സൈന്യത്തിന്റെ സഹായം തേടുകയാണ് ഉണ്ടായത്. പിന്നീട് യുദ്ധം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ തമ്മിലായിരുന്നു. അതിനുശേഷം UN ഇടപെടുകയും 1949 ജനുവരി 1 ഇരു രാജ്യങ്ങൾക്കുമിടയിലും വെടിനിർത്തൽ നിലപാട് വരികയും ചെയ്തു. UN കമ്മീഷൻ വെടിനിർത്തൽ കരാറിന് 1949 ജനുവരി 5 പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ കരാർ അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് യുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാതെ വേറെ നിവർത്തിയില്ല എന്ന മട്ടിലായിരുന്നു പാകിസ്ഥാൻ. അതിനുശേഷം 1965 രണ്ടാമത് ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ചു. 1965 ഓഗസ്റ്റ് 5 കശ്മീരിനെ ചൊല്ലി സായുധ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. പ്രാദേശിക കലാപക്കാരുടെ വേഷം ധരിച്ച ആയിരക്കണക്കിന് പാകിസ്ഥാൻ സൈന്യങ്ങൾ ജമ്മു കാശ്മീരിനെ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറിയതോടെയാണ് ഇത് ആരംഭിച്ചത്. ഓപ്പറേഷൻ ജിബ്രോട്ടർ എന്നറിയപ്പെടുന്ന ഈ രഹസ്യ ഓപ്പറേഷന്റെ പേരാണ്. മേഖലയെ അസ്ഥിരപ്പെടുത്താനും പ്രാദേശിക പ്രക്ഷോഭങ്ങളെ ഏകോപിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ആയിരുന്നു ഈ ഒരു പ്രക്ഷോഭം. ഇന്ത്യ ഒരു സൈനിക പ്രത്യാക്രമണം നടത്തി. അത് അന്താരാഷ്ട്ര അതിർത്തിയിൽ പൂർണ്ണ തോതിലുള്ള പോരാട്ടമായി വളർന്നു. 1965 സെപ്റ്റംബർ 23 വരെ യുദ്ധം തുടർന്നു. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിച്ചു. പിന്നീട് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധവും ആരംഭിച്ചു. കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിക്കാൻ ഇന്ത്യ ഇടപെട്ടതോടെ അത് മൂന്നാം ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് മാറുകയായിരുന്നു. ഒരേ സമയവും കിഴക്കൻ അതിർത്തിയിൽ പടിഞ്ഞാറൻ അതിർത്തിയിലും ഇന്ത്യക്ക് പോരാടേണ്ടി വന്നു. എങ്കിലും 13 ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ പാകിസ്ഥാന്റെ കിഴക്കൻ കമാൻഡർ കീഴടങ്ങി. 1971 ഡിസംബർ 16 അന്ന് പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങിയത്. പിന്നീട് 1999 അടുത്ത യുദ്ധമുണ്ടാകുന്നത്. അത് കാർഗിൽ യുദ്ധമായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ച ആരംഭിച്ചതോടെ കാർഗിൽ പോലുള്ള ഉയർന്ന മേഖലയിൽ നിന്നും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക പിൻവാങ്ങുകയും പിന്നീട് മഞ്ഞുകാലം കഴിയുന്നതോടെ തിരിച്ചെത്തുകയുമാണ് പതിവ്. അങ്ങനെ ഇന്ത്യൻ സൈന്യം പിൻവാങ്ങിയ മേഖലകൾ പാക് സൈന്യം പിടിച്ചെടുത്തതോടെയാണ് കാർഗിൽ യുദ്ധം ആരംഭിക്കുന്നത്. പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ബാദറിന് മറുപടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചത്. കാർഗിലിലെ പാക് ചതി മനസ്സിലാക്കിയ ശേഷം 1999 മെയ് മാസത്തോടെയാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങിയത്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ നിന്നും ഓരോ പ്രദേശങ്ങളായി ഇന്ത്യ തിരിച്ചു പിടിച്ചു. കാർഗിൽ യുദ്ധം 60 ദിവസത്തോളം നീണ്ടുനിന്നു. പിന്നീട് ജൂലൈ 26 ഇന്ത്യ നിയന്ത്രണം തിരിച്ചു പിടിച്ചതോടെ യുദ്ധം അവസാനിക്കുകയുമുണ്ടായി. ഇന്ന് ആ ദിവസം കാർഗിൽ വിജയ് ദിവസമായി നമ്മൾ ആഘോഷിക്കുന്നു. പിന്നീട് 2016 ഉറി ആക്രമണം നടന്നു. സെപ്റ്റംബർ 18 ജമ്മു കാശ്മീരിലെ ഉറിയിലുള്ള ഇന്ത്യൻ സൈനിക താവളത്തിൽ 4 ഭീകരർ ആക്രമണം നടത്തുകയും 19 സൈനികരെ വധിക്കുകയും ചെയ്തു. ഭീകരാക്രമണത്തിന് 11 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഇടവേള കഴിഞ്ഞ് ഇന്ത്യൻ ആർമി കമാൻഡർ ഡോഗൽ തിരിച്ചടിക്കുകയായിരുന്നു. 2016 ഉറി ആക്രമണം അതിർത്തി കടന്നുള്ള ആദ്യ ആക്രമണമായിരുന്നു. ഭീകരരുടെ ലോഞ്ച് പാഡുകൾ നശിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ആർമി കമാൻഡോകൾ പാക് അതീത കശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയാണ് ആക്രമണം ഉണ്ടായത്. അതൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തന്ത്രപരമായ പരസ്യപ്പെടുത്താത്ത ഇന്ത്യയുടെ തീരുമാനത്തിലും ഇത് പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യ അവകാശവാദം അനുസരിച്ച് 35-40 ഭീകരർ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു.
എന്നാൽ പാകിസ്ഥാൻ ആക്രമണം നടന്നത് നിഷേധിക്കുകയും അതിർത്തി കടന്നുള്ള വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നീട് 2019 പുൽവാമ ആക്രമണമാണ് ഉണ്ടായത്. ഇന്ത്യ പാകിസ്ഥാനെതിരെ വീണ്ടും ഒരു ആക്രമണം അന്നാണ് പിന്നീട് ഉണ്ടായത്. 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി 2019 ഫെബ്രുവരി 26-ന് പാകിസ്ഥാനിലെ ബാലക്കോട്ടിലുള്ള ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ പരിശീലന ക്യാമ്പിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രസ്ഥാനം അനുസരിച്ച് കണക്കുകൾ നൽകിയിട്ടില്ലെങ്കിലും നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി പറയുന്നുണ്ട്. പിന്നീട് 1971 യുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വ്യോമാക്രമണമായിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ 2025-ലാണ് വീണ്ടും ഒരു ആക്രമണമുണ്ടായത്, പഹൽഗാം ആക്രമണം. അതിൽ 26 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. മതവിദ്വേഷത്തിന്റെ പേരിൽ പാകിസ്ഥാൻ നടത്തിയ അതിക്രൂരമായ ഒരു വെടിവെപ്പും ആക്രമണവുമായിരുന്നു അത്. അതിന് തിരിച്ചടിയായി ഇന്ത്യ ഇപ്പോഴും യുദ്ധങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ 2.0 എന്നുള്ളൊരു രണ്ടാം ഘട്ട നടപടിയിലേക്ക് ഇന്ത്യ കടക്കുന്നു. എന്നിട്ടും പാകിസ്ഥാന്റെ പോർവിളിക്ക് ഒരു തരത്തിലുള്ള കുറവുമില്ല. പാകിസ്ഥാൻ എത്ര പോർവിളി വിളിച്ചാലും ഇനി ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും കാണിക്കില്ല എന്ന് പ്രധാനമന്ത്രി നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയും അതിന് സജ്ജമായി നിലനിൽക്കുന്നു. ഇനിയുള്ള ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതായി മാറിയിരിക്കും. ഓരോ യോഗവും നിർണായകരമായിരിക്കും. പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ യാതൊരു ദയവും കാണിക്കാതെ പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് തന്നെ പാകിസ്ഥാനെ നുഴഞ്ഞു കയറി പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് അവരെ എല്ലാവരെയും ഇല്ലാതാക്കും. അതും തീവ്രവാദികളെ തന്നെ മാത്രം ലക്ഷ്യം വെച്ച്. എല്ലാ യുദ്ധവും അതിനു വേണ്ടിയായിരിക്കും, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഇനി ഒരു തീവ്രവാദിയും ഈ മണ്ണിൽ ജനിക്കരുത് എന്നുള്ള ഒറ്റ ആശയത്തോടു കൂടിയായിരിക്കും ഈ ഒരു നിലപാട് പ്രധാനമന്ത്രി മുമ്പോട്ട് വെക്കുന്നത്.